ഹായ് ഓൾ, വെൽക്കം ടു ഏസ് ആപ്പ് ലേണിംഗ്. എൻ്റെ പേര് മുഹമ്മദ് ഫാരിസ്. 2026 എന്ന് പറയുന്നത് ഒരു ഡിഗ്രി യോഗ്യതയുള്ള ആളെ സംബന്ധിച്ച് ഒരു സുവർണ്ണ വർഷം തന്നെയാണ്. കാരണം ഒരുപാട് നോട്ടിഫിക്കേഷൻസ് ഓൾറെഡി വന്നു കഴിഞ്ഞു. ഇപ്പോൾ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന നോട്ടിഫിക്കേഷൻ അപ്ലൈ ചെയ്യാനുള്ള സമയമാണ്. ഡിസംബർ 31 വരെ നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള അവസരമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിരവധി നോട്ടിഫിക്കേഷൻ, അതായത് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ്, കമ്പനി പോഡ് അസിസ്റ്റൻ്റ്, ഒരുപാട് നിയമന സാധ്യതകൾ, ഇപ്പോഴും ഒരുപാട് നിയമനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഏകദേശം 2000 അല്ലെങ്കിൽ 3000 നിയമനങ്ങൾ നടന്നൊരു പോസ്റ്റ് തന്നെയാണ് കമ്പനി പോഡ് അസിസ്റ്റൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ 2026 ഒരു ഡിഗ്രിക്കാരെ സംബന്ധിച്ച് ഏതൊരു ഉദ്യോഗാർത്ഥിയുടെയും ഒരു സ്വപ്നം തന്നെയായിരിക്കും ഒരു ഡിഗ്രി ലെവൽ ജോബ് കരസ്ഥമാക്കുക എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ച് നല്ലൊരു വർഷം തന്നെയാണ് 2026. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ്, അതായത് ഈ ഒരു പോസ്റ്റിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത്, ഈ ഒരു പോസ്റ്റ് എന്ന് പറയുന്നത് ഒരുപാട് പേരുടെ സ്വപ്നം തന്നെയാണ്. അപ്പോൾ ഈ ഒരു പോസ്റ്റിന് വേണ്ടി നിങ്ങൾ തയ്യാറെടുക്കുന്ന സമയത്ത് നിങ്ങൾ ആ ഒരു എത്രത്തോളം കഴിഞ്ഞ ലിസ്റ്റിൻ്റെ ആ ഒരു സിറ്റുവേഷൻ എന്താണ്, അതനുസരിച്ച് നിങ്ങളുടെ പഠനം എത്രത്തോളം ഇമ്പ്രൂവ് ചെയ്യണം, അതൊക്കെ നിങ്ങൾക്ക് ഒന്ന് മനസ്സിലാക്കി തരുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. എത്രത്തോളം നിയമനം നടന്നു, ഇനി എത്രത്തോളം നടക്കാൻ സാധ്യതയുണ്ട് തുടങ്ങിയ കാര്യങ്ങളെല്ലാം നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഈ ഒരു യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് 2024 മാർച്ചിൽ നിലയിൽ വന്ന ലിസ്റ്റിൻ്റെ ആ ഒരു ഏറ്റവും പുതിയ നിയമന നിലയാണ്. അതായത് ഈ ഒരു വീഡിയോ എടുക്കുന്ന സമയത്ത് അതുവരെയുള്ള ഒരു നിയമന നിലയാണ് നിങ്ങൾക്ക് ഈ ഒരു ടേബിളായിട്ട് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ടോട്ടൽ 297 നിയമന ശുപാർശകളാണ് ഇന്നേ ദിവസം വരെ നടത്തിയിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ നിയമനങ്ങൾ നടന്ന യൂണിവേഴ്സിറ്റിയാണ് MG യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. 78 നിയമനങ്ങളാണ് നടത്തിയിട്ടുള്ളത്. അത് കഴിഞ്ഞാൽ തൊട്ടപ്പുറത്ത് കാലിക്കറ്റ് ആണ് 60, കേരള യൂണിവേഴ്സിറ്റി 54, കുസാറ്റ് ആണെങ്കിൽ 25, സാങ്കേതിക സർവകലാശാല 19 നിയമനം നടത്തി, കണ്ണൂർ സർവകലാശാല 17, അതുപോലെ ഹെൽത്ത് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് 17 നിയമനം, അതുപോലെ തന്നെ മൃഗസംരക്ഷണ യൂണിവേഴ്സിറ്റി 14 നിയമനങ്ങൾ നടത്തിയിട്ടുണ്ട്, സംസ്കൃത യൂണിവേഴ്സിറ്റി 11, ഫിഷറീസ് ആണെങ്കിൽ 2, അങ്ങനെ ടോട്ടൽ 297 2025 ഡിസംബർ വരെ ഏകദേശം 297 നിയമന ശുപാർശകളാണ് ഈ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് 2024 മാർച്ചിൽ നിലവിൽ വന്ന ഈ ഒരു ലിസ്റ്റിൽ നിന്നും 297, ഏകദേശം 1.5 വർഷം കഴിയുന്ന സമയത്ത് 297 നിയമന ശുപാർശകളാണ് നടത്തിയിട്ടുള്ളത്. കഴിഞ്ഞ ലിസ്റ്റിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ, അതായത് കഴിഞ്ഞ ലിസ്റ്റ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഓൾറെഡി റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ മെയിൻ ലിസ്റ്റിൽ 770 പേരായിരുന്നു ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. സപ്ലി ലിസ്റ്റിൽ 779 പേരാണ് ഉണ്ടായിരുന്നത്. അതുപോലെ ഈ ലിസ്റ്റിൻ്റെ വാലിഡിറ്റി 3 വർഷമാണ്. 2027 മാർച്ച് 10 ഈ ലിസ്റ്റ് അവസാനിക്കുന്നത്. അതായത് അപ്പോൾ ഇനിയും ഏകദേശം നമ്മുടെ മുന്നിൽ ഒരു 1.5 വർഷത്തിന് താഴെയുള്ള സമയമുണ്ട്. അപ്പോൾ എന്തായാലും അത് കഴിയുമ്പോഴേക്കും ഒരു 400+ നിയമനങ്ങളൊക്കെ നടക്കാൻ സാധ്യതയുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി ഇലക്ഷനൊക്കെ വരാനുണ്ട്. ഈ ഇലക്ഷനൊക്കെ സ്വാഭാവികമായിട്ടും ഈ ഒരു നിയമനത്തെ എഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 400+ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ മെയിൻ ലിസ്റ്റിലെ ഒരു പകുതിയിൽ കൂടുതൽ ആളുകൾക്ക് മാത്രമേ അപ്പോൾ എന്ത് ചെയ്യുന്നുള്ളൂ, ജോലി ലഭിക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, അത്രത്തോളം കോമ്പറ്റീഷനാണ്. നിയമനം പൊതുവേ നമ്മളെ കമ്പനി പോഡ് അസിസ്റ്റൻ്റ് ഒക്കെ കമ്പയർ ചെയ്യുന്ന സമയത്ത് അത്രത്തോളം നിയമനം നടക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്താൽ, നല്ല സ്കോർ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ആ ഒരു ഇപ്പോൾ നിയമനം നടത്തിയിട്ടുള്ള ആ ഒരു കൗണ്ട് ഏകദേശം ഇപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ 400 പറയുകയാണെങ്കിൽ ആ ഒരു റാങ്കിലേക്കൊക്കെ നിങ്ങൾ എത്തിയാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ, നിങ്ങൾക്ക് ആ ഒരു ഈ ജോലി ലിസ്റ്റിൽ ഉൾപ്പെടുക എന്നതിലുപരി ആ ജോലിയിലേക്ക് എത്തിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഒരുപാട് പേര് സംശയങ്ങളൊക്കെ ഉണ്ടാവും, പ്രിലിംസ് ഉണ്ടാവും. അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് കഴിഞ്ഞ പ്രാവശ്യം ഒറ്റഘട്ട പരീക്ഷയായിരുന്നു. ഇപ്പോൾ ഒറ്റഘട്ടം എന്ന് പറയുമ്പോൾ ഒരു പേപ്പർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ നടക്കുന്ന എല്ലാ ഡിഗ്രി ലെവൽ എക്സാംസും 2 പേപ്പറാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊന്നും PSC ഇതുവരെ അപ്ഡേഷൻ നൽകിയിട്ടില്ല. തീർച്ചയായിട്ടും അപ്ഡേഷൻ തരികയാണെങ്കിൽ നിങ്ങളിലേക്ക് നമ്മൾ ഉടൻ തന്നെ എത്തിക്കുന്നതാണ്. സോ ഇതാണ് കറൻറ്റ് ലിസ്റ്റിൻ്റെ സ്റ്റാറ്റസ്, ഇപ്പോൾ റണ്ണ് ചെയ്തുകൊണ്ടിരിക്കുന്ന ലിസ്റ്റിൻ്റെ സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയുടെ അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ ഒരുപാട് ഡിഗ്രി ലെവൽ നോട്ടിഫിക്കേഷൻസ് ഇപ്പോൾ വിളിച്ചിട്ടുണ്ട്. ഒരു ഡിഗ്രി ലെവൽ എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ നമ്മൾ വാസ്റ്റായിട്ട് പഠിക്കണം. നമ്മുടെ മുന്നിൽ ഒരുപാട് സമയം ഇപ്പോൾ ഉണ്ട്. കാരണം ഇനിയിപ്പോൾ ഇലക്ഷനൊക്കെ കഴിഞ്ഞിട്ടേ ഇനിയൊരു പ്രിലിംസ് ഒക്കെ നടക്കാൻ സാധ്യതയുള്ളൂ. എക്സാം കലണ്ടർ ഫെബ്രുവരി വരെ വന്നിട്ടുണ്ട്.
സ്വാഭാവികമായിട്ടും ഇനി ഇലക്ഷൻ ഏപ്രിൽ ആകുമ്പോൾ നിയമസഭ ഇലക്ഷൻ വരും. അതിനുശേഷമാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഈ ഒരു പ്രിലിംസ് എക്സാം. സ്വാഭാവികമായിട്ടും പ്രിലിംസ് ഉണ്ടാവും. സോ അതുകൊണ്ട് തന്നെ അതിന് ശേഷമേ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ മുന്നിൽ ഒരുപാട് സമയമുണ്ട്, ഏകദേശം ഒരു 5-6 മാസത്തോളം നമ്മുടെ മുന്നിൽ സമയമുണ്ട്. ആ സമയം നിങ്ങൾ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്താൽ മാത്രമേ ഈ ഒരു ഡിഗ്രി ലെവൽ എക്സാംസ് ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. സോ നമ്മുടെ എയ്സ് ഇതിനായിട്ട് ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ടും ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് നമ്മുടെ റിസൾട്ട് തന്നെയാണ് ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത്. LDC ആണെങ്കിലും LGS ആണെങ്കിലും +2 ലെവൽ എക്സാം ആണെങ്കിലും ഡിഗ്രി ലെവൽ എക്സാംസ് ആണെങ്കിലും നല്ല രീതിയിൽ നമ്മുടെ റിസൾട്ട് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഓൺലൈനായും ഓഫ്ലൈനായും നിങ്ങൾക്ക് ഏതാണോ സ്യൂട്ടബിൾ തീർച്ചയായിട്ടും നിങ്ങൾക്കത് ആ ഒരു ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങുകയാണെങ്കിൽ കൃത്യമായിട്ട് പഠിക്കാനുള്ള സമയം നമ്മുടെ മുന്നിലുണ്ട്. അധികം വൈകി പോയി കഴിഞ്ഞാൽ, അതായത് ഇനി ഇതിൻ്റെ എക്സാം നോട്ടിഫിക്കേഷൻ വരട്ടെ, കലണ്ടർ വരട്ടെ എന്ന് വിചാരിച്ചിരിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും 2026 തുടക്കത്തിൽ തന്നെ PSC കലണ്ടർ പുറത്തിറക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്കൊരു ഏകദേശം ഐഡിയ കിട്ടും ഇന്ന് നടക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളത്. അപ്പോൾ അതുവരെ ഒന്നും വെയിറ്റ് ചെയ്യാതെ ഉടൻ തന്നെ ഡിഗ്രി ലെവൽ എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. അത്യാവശ്യം ടൈം എടുത്ത് പഠിക്കേണ്ട ഒരു സിലബസ് തന്നെയാണ് ഡിഗ്രിക്കുള്ളത്. അതുകൊണ്ട് ആദ്യ റാങ്കിൽ എത്തണമെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ലിസ്റ്റിൽ വരിക എന്നതിലുപരി ജോലി കിട്ടുന്ന ഒരു റാങ്കിലേക്ക് എത്തുക എന്നത് വലിയൊരു കടമ്പ തന്നെയാണ്. അതുകൊണ്ട് ആദ്യം തന്നെ തൊട്ട് പഠിച്ചു തുടങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല റാങ്കിലേക്ക് എത്താൻ സാധിക്കും എന്നത് ഞങ്ങൾ തരുന്ന ഉറപ്പ് തന്നെയാണ്. സോ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് വേണ്ടി, ഈ ഡിഗ്രി ലെവൽ ബാച്ചിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് വേണ്ടി താഴെ കൊടുത്ത നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഓക്കെ, ഇതുപോലുള്ള ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റുമായിട്ട് എക്സാംസിനെ കുറിച്ചും മറ്റു പ്രധാനപ്പെട്ട ഇൻഫർമേഷനെ കുറിച്ചൊക്കെ നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിലൂടെ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, PSC പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. സോ നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു.